ഹൈസുവിൻ്റെ ബർത്ത്ഡേ പ്രിപ്പറേഷൻസ് ആയതുകൊണ്ട് തുടക്കം തന്നെ അവളുടെ ഹലോവിൻ തുടങ്ങാമെന്ന് കരുതി. ബർത്ത്ഡേയുടെ തലേന്ന് കുറച്ച് പിക്കൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ കസിൻസ് മാത്രമായിട്ട് പുറത്തു പോയായിരുന്നു കേട്ടോ. ബർത്ത്ഡേ ഗേൾ എൻജോയ് ചെയ്തിട്ടില്ലെങ്കിലും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ടൈം നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ഫസ്റ്റ് ആരായിരിക്കും മോളെ വിഷ് ചെയ്യുക എന്നറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വിഷ് ചെയ്യലെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരു ചായയും കുടിച്ച് വീട്ടിലോട്ട് മടങ്ങി. ബർത്ത്ഡേ അന്ന് രാവിലെ ഇക്ക കുറച്ച് ഗിഫ്റ്റൊക്കെ ഹൈസുവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡെക്കറേഷൻസിൻ്റെ ഫുൾ വീഡിയോ ഒന്നും എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ. കുറച്ച് ക്ലിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈവനിങ് ആയിരുന്നു ഞങ്ങൾ കേക്ക് കട്ടിങ് പ്ലാൻ ചെയ്തിരുന്നത് കേട്ടോ. കുറച്ചധികം ആളുകളെ കണ്ടതുകൊണ്ടാണെന്നറിയില്ല, ഹൈസു നല്ല കരച്ചിലായിരുന്നു. ഇത് ഇക്കാടെ അനിയൻ ഹൈസുവിന് കൊടുക്കുന്ന ഗിഫ്റ്റാണ് കേട്ടോ. ഇക്കാക്കും എനിക്കും എൻ്റെ ഫാമിലിയിലെ മെമ്പേഴ്സിന് ഓരോരുത്തർക്കും ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ഇത് ഇക്കാടെ ഉമ്മയാണ്. ഉമ്മ ഇന്ന് ഞങ്ങളെ കൂടെയില്ല. പണ്ടാരോ പറഞ്ഞൊരു കാര്യമുണ്ട്, മറവിക്ക് എപ്പോഴും മാധുര്യം കൂട്ടുന്നത് നല്ല നല്ല ഓർമ്മകൾ തന്നെയാണ്. ആ ഓർമ്മയിൽ നിന്നുകൊണ്ട് തന്നെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഇനി കുറച്ച് ഫോട്ടോസുകൾ കാണാം.